ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ കർണാടകയിലെ ബംഗളൂരുവിലെ യലഹങ്കയിൽ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. ഫക്കീർ ലേ ഔട്ടിൽ അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടി 95 വീടുകൾ ഇടിച്ചു നിരത്തിയതോടെ 100 കണക്കിന് ആളുകൾ വഴിയാധാരമായി. വീട് നഷ്ടമായ കുട്ടികളും സ്ത്രീകളും താർപ്പായ വലിച്ചുകെട്ടിയ താൽക്കാലിക ഷെൽട്ടറുകൾക്ക് കീഴിലാണ് രാത്രി കിടന്നുറങ്ങുന്നത്. യലഹങ്കയിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ദീപക്, കർണാടകയിൽ സിദ്ധരാമയ്യ ഭരിക്കുന്ന കർണാടകയിൽ നമ്മളൊരു ബുൾഡോസർ രാജ് പ്രതീക്ഷിച്ചില്ല. അനധികൃതമായ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഒരുപാട് മനുഷ്യർ ഈ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഇത്തരം ചേരിത്തെരുവുകളിലൊക്കെ ഉണ്ട്. ഒരു ബുൾഡോസർ ഇടിച്ച് നിരപ്പാക്കുക എന്നൊക്കെ പറയുന്നത് ഉത്തർപ്രദേശിലെ സർക്കാരിൻ്റെ ഒരു രീതിയാണ്, ഒരു യോഗി ആദിത്യനാഥിൻ്റെ രീതിയാണ് ഈ ബുൾഡോസർ രാജ്. അതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. അതും പുറത്താക്കപ്പെട്ടതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. എന്താണ് യലഹങ്കയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബംഗളൂരു യലഹങ്കയിലുള്ള കൊഗിലു എന്ന ഗ്രാമത്തിലുള്ള ഫക്കീർ കോളനി വസീം ലേഔട്ട് എന്ന് പറഞ്ഞ നേരത്തെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ ഈ ഗ്രാമത്തിലാണ്. ഇവിടെ നമുക്ക് കാണാം മുഴുവൻ വീടുകളും ഇടിച്ച് നിരത്തിയൊരു സാഹചര്യം. നേരത്തെ ഇവിടെ 90-ലധികം കുടുംബങ്ങൾ മാത്രം താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് വസീം ലേഔട്ട്. അതുപോലെ തന്നെ ഫക്കീർ കോളനി എന്ന് പറയുന്ന പ്രദേശം മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് കഴിഞ്ഞ ശനിയാഴ്ച യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 5 JCBകളും അതുപോലെ തന്നെ 300-ലധികം പോലീസ് സന്നാഹങ്ങളുമൊക്കെയായി എത്തി വീടുകൾ ഇടിച്ചു നിരത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരുടെ വീട്ടുപകരണങ്ങളൊക്കെ, അവരുടെ വീടിനകത്തുള്ള സോഫയും സെറ്റിയും അലമാരയും ഒക്കെ ഇവിടെ ഇടിച്ച് തകർന്നു കിടക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യം. മാത്രമല്ല ഇവിടുത്തെ വളർത്തുമൃഗങ്ങളൊക്കെ ഇതിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 10-30 വർഷത്തിലധികമായി ഈ മേഖലയിൽ വന്ന് താമസിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളും വർക്ക്ഷോപ്പ് തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെയാണ് ഇവിടെ നിന്ന് കുടിയിറക്കി വിട്ടത്. ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഇപ്പോൾ ഈ തകർത്ത വീടിൻ്റെ തറയ്ക്ക് മുകളിലൊക്കെ താർപ്പായൊക്കെ വലിച്ചു കെട്ടി അതിനുള്ളിലാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് വന്ന് പൊളിച്ചത് എന്നാണ് മറ്റൊരു വിരോധാഭാസം. 30 വർഷത്തിലധികമായി ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. ഹൈദരാബാദിൽ നിന്നൊക്കെ കുടിയേറിയെത്തിയ മുസ്ലിം ദർവിഷ് സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കം 3000-ലധികം ആളുകൾ ഇപ്പോഴും തെരുവിലാണ്. അതിൽ തന്നെ 10-ലധികം ಗರ್ಭಿಣಿಗಳಾದ ಸ್ತ್ರೀകളുണ്ട് എന്നാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. ಏನಣ್ಣ ಎಷ್ಟು ಟೈಮ್ ಆಗಿದೆ? ಬೆಳಗ್ಗೆ ಯಾವಾಗ ಬಂದು ಹೇಳಿದೆ ಅವರು ಡೆಮೊಲಿಷ್ ಮಾಡಿದೆ? 6 ಗಂಟೆಗೆ ಬಂದು ಹೇಳ್ಬಿಟ್ಟು ಹೋಗಿದ್ರಂದ್ರೆ ನಮಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ನಾನು ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗಿದ್ದೆ. മലയാളം ಗೊತ್ತಾ ನಮಗೆ? ತಮಿಳು ಗೊತ್ತಾ? கொஞ்சம் வரும், பூர்த்தி வர மாட்டேன். எந்த சொல்ல மாட்டேங்கல. அப்படி கொஞ்சம் மலையாளி வர மாட்டோம். ஒன்றுமே சொல்லலை. நேராக வந்து அப்படியே வந்து JCB வந்து இடிச்சு நடத்திட்டீங்க? ஆமாச்சு. என்ன சொன்னாங்க? இந்த கேஸு ஆச்சை போடுங்க அவ்வளோதான் சொல்லிட்டு இந்த மிலிட்ரி வார்க்கு എന്നിട്ട് ഡെമോലേഷൻ പണ്ട് പോയിച്ചു. അതായത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് ഇടിച്ചു നിരത്തിയപ്പോൾ ഇവരുടെ വീടിനകത്തുള്ള ഉപകരണങ്ങളൊക്കെ, ഗ്യാസ് കുറ്റി അതുപോലെ തന്നെ ഫ്രിഡ്ജ്, TV ഒക്കെ അതിനകത്തായി പോയെന്നാണ് അവർ പറയുന്നത്. ഇന്ന് എല്ലാം എൻ്റെ ഡെമോലേഷനിൽ പോയിച്ചു. എൻ്റെ കീഴே என்ன போயிடுச்சு, என்ன ஆதாரம் இல்லை, எந்த குரூப் இல்லை, என்ன போயிடுச்சு. இந்த சாப்பிடுக்கு இந்த மக்களுக்கு நான் செலுத்தல் மக்களுக்கு என்ன கீழே போட்டுக்கிட்டு நான் இருக்குங்க. என்னட்டு யாரும் வர மாட்டேங்க என்ன சொல்கிறாங்கோ, இந்த பெல்ச்சிடுவாங்க சாப்பிடுவாங்கன்னு சொல்கிறாங்க. இந்த வீடு தாங்க அங்கே இருக்குங்க. இது வந்து ரெவென்யூ மினிஸ்டரோட இடம் தானே? யாராவது வந்துருந்தீங்களா? எல்லா மினிஸ்டர் எல்லாம் வந்துடு எல்லாம் யாரும் நேற்று திருப்பி சண்டே ஆயிடுச்சு சார். நேற்று போலீஸார் எல்லாம் வந்து 3 JCB வந்துச்சு. வந்து അപ്പുറമാ തിരുപ്പി. അരുൺകുമാർ, ഇന്നലെ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാവ് A റഹീം എത്തിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം രാത്രി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് തകർത്ത് കിടക്കുന്ന ഈ വീടിന് ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൻ്റെ ചുമരൊക്കെ ഇടിച്ച് നിരത്തി അവിടെയൊക്കെ സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ പോയി കൊടും തണുപ്പിൽ ഇപ്പോഴും കഴിയുകയാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല, ഇവർ ഇവിടുത്തുകാരല്ല എന്നാണ് ബംഗളൂരു BBMP അടക്കം പറയുന്നത്. അതായത് ബംഗളൂരു നഗരത്തിൻ്റെ ഭരണ സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് BBMP,
ബൃഹത് ബംഗളൂരു മഹാനഗരപാലികയെ അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വന്ന് ഇടിച്ചു നിരത്തിയതെന്നാണ് ആളുകൾ പറയുന്നത്. എന്നോടൊപ്പം ഇവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇവർ ഉറുദു സംസാരിക്കുന്ന ഒരു വിഭാഗമാണ്. എന്തായാലും അവരുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തോളൂ. ദീപക്, യലഹങ്കയിൽ നിന്നാണ് ദീപക് മോഹൻ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ അനധികൃത കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞാണ് ഇവിടെ ആ പ്രദേശം ഇടിച്ചു നിരപ്പാക്കിയത്. ബുൾഡോസർ രാജ് എന്നൊരു പദം ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായി മാറുകയാണ്. നമ്മളത് അനുഭവിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തകളിലാണ്. ക്രിമിനലുകളായിട്ടുള്ളൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളെ മുഴുവൻ യോഗി ആദിത്യനാഥ് സർക്കാർ ഇടിച്ചു നിരത്തുന്നത് നമ്മൾ കണ്ടു. ബുൾഡോസർ രാജ് ഒടുവിൽ അവിടെ വൃന്ദ കാരാട്ടൊക്കെ വന്നു നിന്ന് കൈയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് പ്രേക്ഷകർ കണ്ടതാണല്ലോ. എന്താണ് ഈ ബുൾഡോസർ രാജിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു അത്. ഇന്നിപ്പോൾ ഇത് കർണാടകയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്പം ആശങ്കയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധി അവിടേക്ക് നേരിട്ട് പോയത്. താങ്ക് യു ദീപക്.